സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവ്ജിയും സാഗറും ഭയന്നതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അതായത് സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന സുജി കൃഷിനെ അവഗണിച്ചു കഴിഞ്ഞാൽ അത് കൃഷിൻ്റെ മനസ്സിന് താങ്ങാൻ പറ്റില്ല. കൃഷി ഏത് രൂപത്തിൽ വേണമെങ്കിലും പോകാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ സാഗറിനാണെങ്കിൽ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ സുജി പൂർണ്ണമായിട്ടും സത്യങ്ങൾ മറ്റുള്ളവരെയൊന്നും അറിയിക്കുന്നില്ല. അതായത് താൻ പ്രസവിച്ച തൻ്റെ മകനല്ല കൃഷി എന്നുള്ള സത്യം. എന്നാൽ ചില സമയങ്ങളിൽ സ്വന്തം മകനോട്, അതായത് നൊന്ത് പ്രസവിച്ച മകനോട് ഒരല്പം വാത്സല്യം കൂടുതൽ കാണിക്കുന്നു. ആ ഒരു വാത്സല്യം കൃഷിനെ വല്ലാതെ അവഗണിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം കൃപമോളെക്കായും ഒരല്പം കൂടുതൽ സ്നേഹം കൃഷിനോടാണ് സുജി ഇന്ന് വരെ കാണിച്ചിട്ടുള്ളത്. കൃഷിൻ്റെ ഏതൊരു കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള അമ്മയാണെങ്കിൽ ഇപ്പം എല്ലാ കാര്യങ്ങളും അവഗണിക്കുന്നു എന്ന് മാത്രമല്ല, ബലരാമൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം കെയർ ചെയ്യുന്ന രൂപത്തിൽ കാണിക്കുമ്പോൾ അത് കൃഷിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. അതിൻ്റെ കൂടെ ഓഫീസിലും കൂടി ഉണ്ടായ ഈ പ്രശ്നങ്ങളും കൂടി ആയപ്പോഴത്തേക്കും കൃഷി തൻ്റെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യമെല്ലാം അമ്മയുടെ മുമ്പിൽ പൊട്ടിത്തെറിച്ച് പറയുന്നു. അങ്ങനെ വീട് വിട്ടിറങ്ങുന്ന കൃഷി പോയി മദ്യപിച്ചിട്ട് വരുമ്പോഴത്തേക്കും കൂട്ടിക്കൊണ്ടുവരാൻ പോയ സാഗറാണെങ്കിൽ അതിനേക്കായും പൂസായി രണ്ടുപേരും കൂടി വരുന്നു. അപ്പോൾ കൺമണിയാണെങ്കിൽ കൃപമോളോട് പറയുന്നു, ഇതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. സാഗർ സാറും കൂടി കൃഷി സാറിനോടൊപ്പം മദ്യപിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഈ കുടുംബത്തിൻ്റെ മാനം തന്നെ അല്ലേ പോകുന്നത്. അതാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് ചീത്തപ്പേരാ എന്നൊക്കെ പറയുമ്പോൾ കൃപമോൾ പറയുന്നു, ഇന്ന് വരെ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഓഫീസിലെ കാര്യങ്ങൾ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ്റെ വിവാഹം മുടങ്ങിയതിന് ശേഷം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതാരും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. അതെന്താണെന്ന് അമ്മയ്ക്കും അച്ഛനും അറിയാം. എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിക്കുമ്പം കണ്ടുപിടിച്ചേ പറ്റൂ. ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കണമെന്ന് കൺമണി ഉറപ്പിക്കുന്നു. ഓഫീസിലെ പ്രശ്നമാകട്ടെ, ക്രിസ് സാറിൻ്റെ മനസ്സിലെ പ്രശ്നങ്ങളാവട്ടെ, അതുപോലെ സാഗർ കുടുംബത്തിൽ ഇപ്പോൾ ഏറ്റവും അടുത്തായി വന്നിരിക്കുന്ന ആ കരട് എന്താണെന്ന് കണ്ടെത്താൻ കൺമണിയും കൃപമോളും ഉറപ്പിക്കുന്നു. അതിന് ചില മാർഗങ്ങളും അവർ കണ്ടെത്തുന്നു. അതിനിടയ്ക്ക് കൃപമോളാണെങ്കിൽ മോരും വെള്ളവും ഒക്കെ ആയിട്ട് കൃഷിനെ കുടിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും കുടിക്കുന്നില്ല. തീരെ ബോധമില്ലല്ലോ. അതേസമയം സാഗറിൻ്റെ വക കുറച്ച് സർക്കസൊക്കെ ഉണ്ടായിരുന്നു. ആ സർക്കസ് കണ്ട് ആകെ ഷോക്കാകുന്നുണ്ട് ആൻറ്റിയമ്മയും അതുപോലെ കൃപമോളും. എന്തായാലും ഒന്ന് നേരം വെളുക്കട്ടെ, നാളെ ഇതിൻ്റെ ബാക്കി കലാപരിപാടികൾ നടത്താനുള്ളതാ. അങ്ങനെ പറയുമ്പം ബോധമില്ലാത്ത കൃഷിനും സാഗറിനും ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ആൻറ്റിയമ്മയും ശരിവെക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നാളെ നേരം ഒന്ന് വെളുക്കട്ടെ, ബാക്കി പരിപാടി നാളെയാണ് എന്ന് തറപ്പിച്ച് പറയുന്നു. ശേഷം രാവിലെ ഉറക്കം എണീക്കുന്ന സാഗറാണെങ്കിൽ സുജിയെ കണ്ട് ഞെട്ടുന്നുണ്ട്. കാരണം സുജി ഉറങ്ങാതെ ദേഷ്യത്തോടെ സാഗറിനെ തന്നെ നോക്കിയിരിക്കുന്നു. അന്നേരം സാഗർ ഗുഡ് മോർണിംഗ് സുജി എന്ന് പറഞ്ഞ് സുജി എങ്ങനെയെങ്കിലും കയ്യിലെടുക്കാൻ നോക്കുമ്പോൾ ഒരു കട്ട മുഖമായിട്ട് സാഗറിനെ തന്നെ തറപ്പിച്ച് നോക്കുന്നുണ്ട് സുജി. ആ നോട്ടത്തിൽ പന്തികേട് പുള്ളിക്ക് മനസ്സിലാകുന്നു. അതേസമയം കൃഷി ഞെട്ടി എണീക്കുന്നുണ്ട്. എന്നാൽ കൺമണി ആ വീട്ടിലുള്ള കാര്യമൊന്നും അറിയാതെയാണ് പുള്ളി ഞെട്ടി എണീക്കുന്നത്. ഇന്നലെ ഭയങ്കര മോശമായിപ്പോയെന്നുള്ള കാര്യം മനസ്സിലാക്കിയ കൃഷിനെയും സാഗറിനെയും കൺമണിയും അതുപോലെ സാഗർ കുടുംബത്തിലെ ബാക്കി എല്ലാ അംഗങ്ങളും നിർത്തിപ്പൊരിക്കുന്ന ആ ഒരു സീനായിരിക്കും ഇനി തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. കാത്തിരിക്കാം.